ഹലോ ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷം? ഇന്നത്തെ ഒരു വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ റൂം ഷിഫ്റ്റിംഗ് വീഡിയോ ആണ്. ഇപ്പം നമ്മൾ കറൻറ്റ്ലി താമസിക്കുന്നത് അൽനാദ ദുബായിലാണ്. നമ്മൾ ഇതിന് മുന്നേ താമസിച്ചത് കരാമയിലായിരുന്നു. 3 വർഷം അവിടെയായിരുന്നു. ഇപ്പം നമ്മൾ അൽനാദ ദുബായിലേക്ക് മാറിയിട്ട് 4 മാസം ആവുന്നേ ഉള്ളൂ. 4 മാസമായിട്ട് നിന്നുകൊണ്ടിരുന്ന അപ്പാർട്ട്മെൻറ്റാണ്. അത്യാവശ്യം നല്ല വാഷ്റൂമും നല്ല വലിയ റൂമും നല്ല കിച്ചണൊക്കെ തന്നെയായിരുന്നു. ഇനി നമ്മളിപ്പോൾ മാറാൻ പോകുന്നത് അൽനാദ ഷാർജയിലേക്കാണ്. ഇപ്പം കറൻറ്റ്ലി നിൽക്കുന്ന അൽനാദ ദുബായ്. അപ്പോൾ ഇവിടെ ഉള്ളവർക്കറിയാം ഇതൊരു ബോർഡറിൻ്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. നമ്മൾ നടന്നിട്ട് പോകുകയാണെങ്കിൽ ഒരു 1.5 കിലോമീറ്റർ നടക്കാനുണ്ടാവും അൽനാദ ഷാർജയിലേക്ക്. അതല്ല വണ്ടിയിലാണ് ട്രാവൽ ചെയ്യുന്നതെങ്കിൽ നമുക്കൊരു 8 കിലോമീറ്റർ അധികം ഉണ്ടാവും ചുറ്റി വളഞ്ഞ് പോകുന്നത് കാരണം. അൽനാദ ഷാർജയിലേക്ക് മാറാനുള്ള ഒരു റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അത് പിന്നെ പറയാം, വീഡിയോൻ്റെ ലാസ്റ്റായിട്ട് പറയാം. ഇപ്പോൾ നമ്മൾ ഷിഫ്റ്റിങ്ങും കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് ഒരു ദിവസത്തെ വീഡിയോ ആയിട്ടാണ്, ഒറ്റൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. ബട്ട് ഇതൊരു 2-3 ദിവസത്തെ എഫേർട്ടാണ്. കാരണം ഒരു നൈറ്റ് കൊണ്ട് നമുക്ക് ഷിഫ്റ്റ് ചെയ്ത് തീർക്കാൻ പറ്റില്ല. നമ്മൾ 2-3 ദിവസം നൈറ്റ് എടുത്തിട്ടാണ് ഇത് ഷിഫ്റ്റിംഗ് കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇപ്പം നമ്മൾ കറൻറ്റ്ലി താമസിച്ചുകൊണ്ടിരിക്കുന്ന അപ്പാർട്ട്മെൻറ്റാണ്. ഇതിപ്പോൾ റിസപ്ഷനിലെ കുറച്ച് ഇവിടേക്കുള്ള ഞാനിങ്ങനെ വെയിറ്റ് ചെയ്യുന്ന ഒരു ഏരിയയാണ്. എപ്പോഴും കാർ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഏരിയയാണ്. നീലാട്ടം കുറച്ച് ലഗേജ് ആയിട്ട് പോയിട്ടുണ്ട്. പിന്നെ അത് കാറിലിട്ടിട്ട് ഇപ്പം തിരിച്ച് കാറും കൊണ്ടുവരും. എന്നിട്ട് നമ്മൾ അൽനാദ ഷാർജയിലേക്ക് പോവാണ്. നമുക്ക് നടന്ന് ഇത്രയും ലഗേജ് കൊണ്ടുപോകാൻ അത്ര എളുപ്പമല്ല. അങ്ങനെ നടന്നിട്ട് പോവുകയാണെങ്കിൽ കുറച്ച് മാത്രം നടന്നാൽ മതി, 1.5 കിലോമീറ്റർ. പക്ഷേ ഇത്രയും അധികം സാധനങ്ങൾ നടന്നു കൊണ്ടുപോകുമ്പോൾ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് നമ്മൾ വണ്ടിക്ക് പോകുന്നത്. അപ്പം ചുറ്റി വളഞ്ഞ് പോകണം. ദുബായിൽ നിന്ന് അധികം ഷാർജേൻ്റെ ഉള്ളോട്ടേക്ക് താമസിക്കാൻ പറ്റില്ല. കാരണം നിഖിലാട്ടം വർക്ക് ചെയ്യുന്ന ദുബായിൻ്റെ ഏറ്റവും എൻഡായ JBRലാണ്. അപ്പം ഒരിക്കലും നമുക്ക് പോസിബിൾ അല്ല ഷാർജ ഉള്ളോട്ടേക്ക് മാറാനുള്ളത്. കാരണം അങ്ങോട്ടേക്കൊക്കെ മാറുകയാണ് ഒരുപാട് റെൻറ്റിൻ്റെ വ്യത്യാസമുണ്ട്. നല്ല രീതിക്ക് റെൻറ്റ് കുറയും. പക്ഷേ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ട് നമുക്ക് ട്രാവൽ ഭയങ്കര അധികമായതുകൊണ്ട് നമുക്ക് ദുബായിൻ്റെ തൊട്ടടുത്തുള്ള പ്ലേസിൽ മാത്രമേ നമുക്ക് നിൽക്കാൻ പറ്റുള്ളൂ. ഇതാണ് നമ്മൾ മാറാൻ പോകുന്ന അപ്പാർട്ട്മെൻറ്റ്. ഇവിടെ അടിപൊളി വ്യൂവും കാര്യങ്ങളുമാണ്. അപ്പം ഇവിടുത്തെ കിച്ചൻ്റെ ഒരു ക്ലിപ്പ് എൻ്റെ കയ്യിലില്ലായിരുന്നു. ഇത് ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷമുള്ള ഡെയിലി ഞാൻ എടുത്തിട്ടുള്ള ഒരു ക്ലിപ്പ് ഞാൻ ആഡ് ചെയ്തതാണ്. അപ്പം കുറച്ച് സാധനങ്ങൾ ഇവിടെ ഇറക്കി വെച്ചതിന് ശേഷം നമ്മൾ ലഗേജ് കൊണ്ട് വീണ്ടും തിരിച്ച് നമ്മൾ പഴയ അപ്പാർട്ട്മെൻറ്റിലേക്ക് പോയിട്ടുണ്ട്. കാരണം ഒരുപാട് സാധനങ്ങളുണ്ട്. അപ്പം ഇവിടെ ലഗേജോട് കൂടി കൊണ്ടുവെക്കുമ്പോൾ നമുക്ക് കുറേ സാധനങ്ങൾ കളയേണ്ടി വരും. അത്രയും സാധനങ്ങളുള്ളതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് സാധനങ്ങൾ പാക്ക് ചെയ്ത് കൊണ്ടുവന്നത് റൂമിൽ തട്ടിയതിന് ശേഷം വീണ്ടും ആ ലഗേജും കൊണ്ട് പോയിട്ട് പിന്നെ അടുത്ത ദിവസം നമ്മൾ വീണ്ടും അത് ഫില്ല് ചെയ്തിട്ട് കൊണ്ടുവരികയാണ് ചെയ്തത്. നമ്മൾ മാറുന്ന അപ്പാർട്ട്മെൻറ്റിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ വ്യൂ ആണ്. ഒരു രക്ഷയില്ല. ബാൽക്കണി ഉണ്ട്, അവിടെയും സെയിം അടിപൊളി വ്യൂ ആണ്. അതേപോലെ തന്നെ നമ്മളെ റൂമിലെ വിൻഡോയിലും കിച്ചണിലെ വിൻഡോയിലും ഒക്കെ അടിപൊളി വ്യൂ ആണ്. റൂമിലെ വിൻഡോ നൈറ്റ് നമ്മൾ വിൻഡോ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ നോക്കിയിരിക്കാനേ സമയം കാണുള്ളൂ. അതേപോലെ തന്നെ നൈറ്റിൽ പിന്നെ ഡേയിലും ആയാലും കിച്ചണിലെ വിൻഡോയിലെ വ്യൂ അടിപൊളിയാണ്. ആദ്യം താമസിച്ചത് കരാമയാണ്. അപ്പം ദുബായ് വന്ന പാടെ എനിക്ക് കുറച്ചുകൂടെ ഇഷ്ടം, ഞാൻ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്തതൊക്കെ കരാമയിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ ഏറ്റവും വലിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും മലയാളികളെ കണ്ടുകൊണ്ടിരിക്കുക കരാമയിൽ. നമുക്ക് നാടായിട്ട് കുറച്ചുകൂടി ഒരു ഇത് തോന്നുന്നൊരു ഇതാണ് കരാമ. നമുക്ക് നാടങ്ങനെ മിസ് ചെയ്യില്ല. എപ്പോഴും മലയാളികളുണ്ടാവും. കുറേ ഷോപ്പ് ചെയ്യാൻ പറ്റിയ സ്ഥലങ്ങളുണ്ട്. എപ്പോഴും തിക്കും ബഹളും പാട്ടും ഡാൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് എപ്പോഴും ഒരു വൈബുള്ളൊരു സ്ഥലമാണ് കരാമ. അപ്പോൾ അവിടുന്ന് അൽനാദയ്ക്ക് ദുബായിലേക്ക് മാറുമ്പം ഇങ്ങനെ ഉണ്ടാവും എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ കുഴപ്പമില്ല. ഇവിടെ ഒരു 4 മാസം നിന്നപ്പോൾ എനിക്ക് ഓക്കെ ആയി. കരാമേൻ്റെ അത്ര ഒരു തിരക്ക് പിടിച്ചൊരു ലൊക്കേഷനൊന്നുമല്ല. കുറച്ചൊരു സൈലൻ്റ് ആയിട്ടുള്ള ലൊക്കേഷനാണ്. ആളും ബഹളവും ഒക്കെ കുറഞ്ഞൊരു ലൊക്കേഷനായിട്ടാണ് എനിക്ക് തോന്നിയത് അൽനാദ ദുബായ്. അപ്പം ഇനിയിപ്പം നമ്മൾ മാറുന്നത് അൽനാദ ഷാർജയിലേക്കാണ്. അപ്പം നമ്മളവിടെ അപ്പാർട്ട്മെൻറ്റ് കാണാനൊക്കെ പോയ സമയത്ത് എനിക്ക് മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാൽ കരാമയോട് സെയിം ആയിട്ടുള്ള ഒരു വൈബും കാര്യങ്ങളും കുറേ മലയാളികളൊക്കെ ഉള്ള ഒരു തിരക്ക് പിടിച്ചൊരു ലൊക്കേഷനാണ് അൽനാദ ഷാർജി. അപ്പം അതുകൊണ്ടൊരു സമാധാനമുണ്ട്. ഷാർജയിലേക്ക് മാറാനുള്ള റീസൺ ഞാൻ പറയാമെന്ന് പറഞ്ഞിരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിഖിലാട്ടിൻ്റെ കമ്പനീൻ്റെ ഓണർ ഇവിടുത്തെ ലോക്കലാണ്. അതേപോലെ തന്നെ അവർ സെറ്റിൽ ചെയ്ത് UK യിലാണ്. അപ്പം അവരെന്തെങ്കിലും മീറ്റിങ്ങും എന്തെങ്കിലും ഇവൻസും കാര്യങ്ങളും അതേപോലെ പെരുന്നാൾ, ക്രിസ്മസ്, ന്യൂ ഇയർ ഇതേപോലത്തെ ടൈമിലൊക്കെയാണ് അവർ ദുബായ് വിസിറ്റ് ചെയ്യാൻ വരിക. അല്ലാതെ എന്തെങ്കിലും മീറ്റിങ്ങും അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴാണ്. അപ്പം ആദ്യത്തെ അവരുടെ ഡിസിഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ജൂൺ, ജൂലൈ, ഓഗസ്റ്റിൽ വെക്കേഷൻ ആണെന്നുള്ളതായിരുന്നു. കാരണം ഒരു 3-4 വർഷം കൂടുമ്പോൾ ഒരു 2-3 വർഷം കൂടുമ്പം ഇവരൊരു 3 മാസം വെക്കേഷൻ കൊടുക്കും. അല്ലാതെ എല്ലാ ഇയറിലും ഒരു മാസം മാത്രമേ വെക്കേഷൻ ഉണ്ടാവുള്ളൂ. അപ്പം ഇപ്പോൾ സമ്മർ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിക്ക് ചൂടുള്ളതുകൊണ്ട് ഇവർക്ക് ക്ലൈൻറ്റ് കുറയുന്ന ഒരു സീസണാണിത്. വിൻ്ററിൽ ഏറ്റവും കൂടുതൽ ക്ലൈൻറ്റ് ഉള്ളതും സമ്മറിൽ ജൂൺ, ജൂലൈയിലൊക്കെ അത്യാവശ്യം നല്ല ചൂടായതുകൊണ്ട് തന്നെ ക്ലൈൻറ്റ് കുറയുന്ന ഒരു സമയമാണ്. അപ്പം ഇവർക്ക് ബാക്ക്ഗ്രൗണ്ടിൽ എന്തെങ്കിലും വർക്ക് ഫിനിഷ് ചെയ്യാനുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് പറ്റുള്ളൂ. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് തന്നെയാണ് വാറിൻ്റെ സിറ്റുവേഷൻ വന്നത്. വാറിൻ്റെ സിറ്റുവേഷൻ കൊണ്ടല്ല ഇപ്പോൾ വെക്കേഷൻ ക്ലോസിംഗ് എന്നുള്ള രീതിക്ക് പറഞ്ഞത്. അത് ഓൾറെഡി അവർ ജനുവരിയിൽ തന്നെ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു വർഷം ഈ ഒരു സമയത്ത് ക്ലോസ് ചെയ്യുക എന്നുള്ളത്. അപ്പം അതിൻ്റെ കൂടെ പ്ലസ് വാറും കൂടി ആയപ്പം അവർ 100% അത് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ മുൻകൂട്ടി ഒരു ബഡ്ജറ്റ് കുറഞ്ഞ ഒരു ലൊക്കേഷൻ, ഒരു അപ്പാർട്ട്മെൻറ്റ് എടുക്കാമെന്ന് വിചാരിച്ചത്. കാരണം നമുക്ക് ഇൻ കേസ് നാട്ടിലൊരു 3 മാസം വെക്കേഷൻ പോണ്ടി വന്നു കഴിഞ്ഞാൽ നമ്മളിപ്പം അൽനാദ ദുബായിൽ നമ്മൾ 4 മാസം നിന്ന് റെൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മന്ത്ലി പേയ്മെൻറ്റ് 78,000 ആണ് കൊടുത്തുകൊണ്ടിരുന്നത്. 3 മാസം നമ്മളിവിടെ ആളില്ലാതെ ഇത്രയൊരു വലിയൊരു എമൗണ്ട് എല്ലാ മാസം കൊടുക്കുക എന്ന് പറയുന്നത് നമുക്ക് അത്യാവശ്യം വിഷമമുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അപ്പം നമ്മൾ വിചാരിച്ചു നമ്മൾ കുറച്ചുകൂടി ഒരു ബഡ്ജറ്റ് കുറഞ്ഞൊരു സ്ഥലത്തേക്ക് മാറുകയാണെങ്കിൽ കുറച്ചൊന്ന് ട്രാവൽ ചെയ്യാൻ ഒരു 7 കിലോമീറ്റർ അധികം ഉണ്ട്. എന്നാലും ഇപ്പം നിൽക്കുന്നിടത്തുനിന്ന് ഇപ്പം നമ്മൾ ഡെയിലി നിഖിലേട്ടൻ ട്രാവൽ ചെയ്യുന്നത് 50 കിലോമീറ്ററാണ് JBRലേക്ക്. അപ്പം അതിൽ നിന്നൊരു
പ്ലസ് 7-8 കിലോമീറ്റർ അധികം വരും. അപ്പം എന്നാലും റെൻറ്റ് അത്യാവശ്യം കുറയുന്നതുകൊണ്ട് നമുക്ക് ഇൻ കേസ് നാട്ടിൽ പോകേണ്ടി വന്നു കഴിഞ്ഞാൽ നമ്മളെ സാധനങ്ങളൊക്കെ സേഫായിട്ട് വെക്കും ചെയ്യാം. അങ്ങനെയൊക്കെയായിരുന്നു വിചാരിച്ചത്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 വർഷമായിട്ട് ഫാമിലി ആയിട്ടാണ് ഇവിടെ നിന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല സാധനങ്ങളും കാര്യങ്ങളും ഉണ്ട്. ഇതൊന്നും ഉപേക്ഷിച്ചിട്ട് പോകാൻ പറ്റില്ല. നിങ്ങളേട്ടൻ 12 വർഷമായിട്ട് ദുബായിലുണ്ട്. അപ്പോൾ അതിൻ്റെ സാധനങ്ങളുണ്ട്. അപ്പോൾ ഇതൊക്കെ സേഫായിട്ട് വെക്കും വേണം. നമുക്ക് ബഡ്ജറ്റ് കുറഞ്ഞൊരു സ്ഥലത്ത് ഇതൊക്കെ വെച്ച് കഴിഞ്ഞാൽ നാട്ടിൽ നമുക്ക് സേഫായിട്ട് സമാധാനത്തിൽ പോകും ചെയ്യാം. പറഞ്ഞ് ഞാൻ വീഡിയോയിലുള്ള കാര്യങ്ങളൊക്കെ പറയാൻ വിട്ടുപോയി. ഇതിപ്പോൾ അല്ലാതെ ഷാർജയിൽ നമ്മൾ മാറിയതിന് ശേഷം നമ്മൾ ജസ്റ്റ് കിച്ചണിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഷോപ്പ് ചെയ്യാണ്. കുറേ അധികം സാധനങ്ങൾ വാങ്ങാനുണ്ട്. നമ്മൾ പഴയ താമസിച്ച ഫ്രിഡ്ജിലുണ്ടായ എല്ലാ സാധനങ്ങളും നമ്മൾ ഒരുവിധം കളഞ്ഞിട്ടാണ് വന്നത്. വെജിറ്റബിൾസ് കുറേ അധികം ഉണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ കളഞ്ഞിട്ടാണ് വന്നത്. നമുക്ക് പാക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ എടുത്തിട്ടുള്ളൂ. നമ്മളിപ്പോൾ എടുത്തിട്ടുള്ള അപ്പാർട്ട്മെൻറ്റിലെ റൂമിലെ റെൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മന്ത്ലി 55,000 ആണ്. ഇതുവരെ നമ്മൾ 3 വർഷമായിട്ട് കരാമയിലോ അൽനാദിയിലോ ഒക്കെ കൊടുത്തുകൊണ്ടിരുന്ന ഏകദേശം ഇന്ത്യൻ റുപ്പി വെച്ച് നോക്കുമ്പോൾ 78,000 ആണ്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം പൈസയാണ് നമ്മൾ റെൻറ്റിനായിട്ട് തന്നെ മാറ്റി വെക്കുന്നത് എന്നുള്ളത്. അപ്പം ഈ ഒരു മാറ്റം എന്തായാലും ഈ ഒരു സമയത്ത് അത്യാവശ്യമാണ്. പിന്നെ വെക്കേഷന് അഥവാ ഞാനിവിടെ കണ്ടിന്യൂ ചെയ്യുകയാണ് ജോലിയിൽ. നിഖിലേട്ടൻ 3 മാസം വെക്കേഷന് പോവുകയാണെങ്കിൽ എനിക്ക് ഓക്കെ ആയിട്ടുള്ള എൻ്റെ മനസ്സ് തൃപ്തിയായിട്ടുള്ള ഒരു എമൗണ്ടും കൂടിയാണ് ഇപ്പം സെറ്റായിട്ടുള്ളത്. അതല്ല ഞാനൊരു 78,000 കൊടുക്കുകയാണെങ്കിൽ എനിക്കത് ഭയങ്കര വിഷമമായേനെ. അപ്പം അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇപ്പോൾ മാറി. അതല്ല നിഖിലേട്ടൻ ഇവിടെ 3 മാസം വെക്കേഷന് പോകാതെ ഇവിടെ തന്നെ നിൽക്കുകയാണെങ്കിൽ നമുക്ക് ഓക്കെ ആയിട്ടുള്ള ഒരു ബഡ്ജറ്റും കൂടിയാണ്. സൗകര്യങ്ങൾക്ക് ഒരു കുറവുമില്ല ഇവിടെ. അടിപൊളിയാണ്. വൈബായാലും നമുക്ക് കുറേ മലയാളികളെ കാണാം. ഡെയിലി പുറത്ത് പോകുമ്പോൾ ഒരു സമാധാനമാണ്. അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട് ഇവിടെ പോസിറ്റീവായിട്ടുള്ളത്. അപ്പം ഇതൊന്നുമല്ല, ഇതിൽ മാറി മറിഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്. അത് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. എല്ലാം കൂടെ ഇതിൽ പറയാൻ പറ്റില്ല. വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും ചെയ്യണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.